സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, സുഫിയാനു സൗരി പറയാൻ നോക്ക്, തിന്മകളേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്ത് ഒരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല, ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. സുഫിയാനു സൗരി KNM-ന്റെ പ്രസിഡന്റ് അല്ല. മനുഷ്യരെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമോ? എനിക്കറിയില്ല. ഇതിനെ സുന്നി പണ്ഡിതന്മാർ പിടികൂടുന്നു. ശരിയല്ല, കരിങ്കല്ല് കോറയിൽ നിന്ന് വരുന്ന പടുജാഹിലാണ്. സുഫിയാനു സൗരി അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കാണിക്കാൻ കഴിയുമെങ്കിൽ സക്കരിയ സലാഹിയെ 1000 കുതിരശക്തിയോടെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്താ ഊറ്റെന്നറിയോ? വിവരമില്ലാത്ത അരമൗലവി ഇവിടെയും മുതലക്കണ്ണീർ ഒഴിക്കുകയാണ്. കണ്ടോ? അപ്പൊ കുനൂത്ത് കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, ഈ ബിദ്അത്തൊക്കെയും തിന്മയേക്കാൾ, വ്യഭിചാരത്തേക്കാൾ, അതേപോലെ മോഷണത്തേക്കാൾ, മദ്യപാനത്തേക്കാൾ വലിയ തിന്മയാണ് എന്ന് പറഞ്ഞ് ആളുകൾ ഇളക്കാൻ നോക്കുക. ഇളക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. സത്യം ആര് പറഞ്ഞാലും സത്യമെന്ന് അംഗീകരിക്കല്ലേ വേണ്ടത്, അല്ലെങ്കിൽ സ്ഥാപിക്കാനാകണം ഇത് ബിദ്അത്തല്ല എന്ന്. കുനൂത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് മാത്രമായി കാലാകാലം നിർവഹിച്ചിട്ടുണ്ട് എന്ന് സ്വഹീഹായ നിലക്ക് സ്ഥാപിക്കാൻ കഴിയണം. നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നിമിതങ്ങൾ നിർവഹിച്ചുവെന്ന് കാണിക്കാനാവണം. പക്ഷേ സാധ്യമല്ല. എത്ര കാലമായി മൗലവി സുന്നികൾ ഇത് സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടോ? ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഒന്നുകൂടെ കണ്ടു പഠിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഖുനൂത്ത് ഓതി നിസ്കരിച്ച സംഭവമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ്, 10 വർഷത്തെ ഖാദിമാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ കഴിയുന്നു. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു തന്റെ വിശ്വപ്രസിദ്ധമായ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചു. എന്താ? അതിന്റെ 237-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചു. അല്ലാഹുവിന്റെ റസൂല് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചപ്പോ ലാ യസാലു യഖ്നുതു ഫീ സ്വലാത്തിൽ ഫജ്രി ഹത്താ ഫാറഖത് ദുനിയാ. ഷാഫി ഇമാമിന്റെ സ്വന്തം കിതാബാണിത്. നിങ്ങൾ റസൂലിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞത് റസൂലിനെതിരിൽ പറഞ്ഞതോ? റസൂൽ പറയാത്ത കാര്യം പറഞ്ഞതോ? റസൂൽ പറഞ്ഞതിനെതിരായ ഷാഫി ഇമാം പറഞ്ഞത്? ഷാഫി ഇമാമിന്റെ സ്വന്തം കിതാബിൽ ഷാഫി ഇമാം പറയുക ഒരു തോതൽ സുന്നത്താകുന്നു. എന്നിട്ട് ഇവര് പറയുക, ഞങ്ങൾ റസൂലിന്റെ സുന്നത്തിന്റെ ആൾക്കാരാണ്, റസൂലിനെ പിൻപറ്റുന്നവരാണ്, അതുകൊണ്ട് ഖുനൂത്ത് സുന്നത്തില്ല. എങ്ങനെ ഇത് സുന്നത്തില്ലാതാവുന്നത്? ഞങ്ങൾക്കറിയുന്നില്ല. എന്നാ മുജാഹിദുകൾ ഇപ്പൊ സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുജാഹിദുകളുടെ പഴയകാല പ്രസിദ്ധീകരണമാണ് എന്റെ കയ്യിൽ. കിതാബുൻ അവ്വലു ഫിൽ അമലിയാത്ത് 1972 മുജാഹിദുകൾ പാഠപുസ്തകങ്ങളിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ്. അതിൽ പറയുന്നത് ഇ.കെ. മൗലവി, MCC മൗലവി അവരെല്ലാവരും കൂടി എഴുതി തയ്യാറാക്കിയ പുസ്തകം. അതിൽ പറയുന്നു എന്താ? സുബ്ഹിന്റെ അവസാനത്തെ ഇഴ്തിദാലിലും മുസ്ലിമീങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചാലും 5 വക്ത് നിസ്കാരത്തിന്റെയും അവസാനത്തെ ഇഴ്തിദാലിലും ഖുനൂത്ത് സുന്നത്തുണ്ട്. അപ്പൊ നാസിലത്തിന്റെ ഖുനൂത്ത് തന്നെ വലിയ വിപത്തുകളും വരുമ്പോ എല്ലാ 5 വക്ത് നിസ്കാരത്തിലും ഖുനൂത്ത് ഓതണം. പിന്നെ അതല്ലാത്തപ്പോഴോ സുബ്ഹിന്റെ അവസാനത്തെ ഇഴ്തിദാലിലും ഖുനൂത്ത് സുന്നത്തുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടോ ഖുനൂത്തിന്റെ ഉത്തമമായ സീഗ ഇതാണ്: അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. ആരാ എഴുതി വെക്കുന്നത്? മുജാഹിദുകൾ മദ്രസയിലേക്ക് തയ്യാർ ചെയ്തിട്ടുള്ള പാഠപുസ്തകത്തിൽ 972 പേജ് 18. ഇ.കെ. മൗലവി, ടി.കെ. മൗലവി, MCC മൗലവിമാർ അന്നൊക്കെ മുജാഹിദിൽ ഇത് സുന്നത്തായിരുന്നു. പിന്നെ എന്നേത് ഇത് സുന്നത്തില്ല, ഇത് ബിദ്അത്താണ്, അനാചാരാണ്, നരകത്തിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് ആഫീസിലേക്ക് ജിബ്രീൽ പിന്നെ എന്നാ വന്നത് എന്ന് ഞങ്ങൾക്കറിയണം. അന്നൊക്കെ ഇത് സുന്നത്ത്.
അന്നൊക്കെ അവരുടെ നേതാക്കൾ എഴുതി വെച്ച് പുണ്യകർമ്മം. പിന്നെ അനുയായികൾ യോഗം കൂടി തീരുമാനിച്ചു അത് വിദഅത്താകുന്നു. എവിടുന്ന് കിട്ടിക്കത്? 972 വരെ സുന്നത്ത്, 72 ശേഷം വിദഅത്തോ? മുജാഹിദ് ആഫീസിലേക്ക് ജിബ്രീൽ ഇറങ്ങിയോ? ഇനി നിങ്ങൾക്കറിയോ, നമ്മൾ സുന്നികൾ ചെയ്യുന്ന കാര്യമാണ് ഖുനൂത്തും കൂട്ടുപ്രാർത്ഥനയും നിർവഹിക്കുക എന്നത്. ഈ ഖുനൂത്ത് നിർവഹിക്കുക, അതുപോലെ കൂട്ടുപ്രാർത്ഥന നിർവഹിക്കുക എന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ നിയമം എന്താ? കിതാബിലുള്ളത് എന്താണ്? അത് സുന്നത്താകുന്നു, അത് പുണ്യകർമ്മമാകുന്നു എന്നാണ് കിതാബിലുള്ളത്. ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബ് വിശദീകരിക്കുന്നു, വസ്സുന്നത്തു ഫീ സ്വലാത്തി സുബ്ഹി അൻ യഖ്നുത ഫി റക്അത്തി സാനിയ. രണ്ടാം റക്അത്തിൽ ഖുനൂത്ത് ഓതലാണ് സുബ്ഹി നിസ്കാരത്തിൽ സുന്നത്തായിട്ടുള്ളത്. ആരാ പറയുന്നത്? ഇമാം നവവി പറയുന്നു, ഇമാം ശിറാസി പറയുന്നു. അവരൊക്കെ പറയുന്നത് ഇത് സുന്നത്താകുന്നു. മുജാഹിദ് പറയുന്നതോ അത് കടുത്ത വ്യഭിചാരത്തെക്കാളും മോഷണത്തെക്കാളും കടുത്ത കുറ്റമാകുന്നു. കിതാബിലുള്ളത് പറയുന്നത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ നോക്ക്, ഇമാമുകൾ ഫത്ഹുൽ മുഈനിൽ കിതാബിലുള്ളത് നിങ്ങൾ മറക്കണ്ട. കണ്ടോ, സുന്നത്ത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നു, കൂട്ടുപ്രാർത്ഥന നടത്തൽ അത് സുന്നത്താകുന്നു. വതഅ്മീനു മഅ്മൂമിൻ സമിഅ ദുആഅൽ ഇമാമി വഇൻ ഹഫിള ദാലിക വറഫഉ യദൈഹി ത്വാഹിറതൈനി ഹദ്വ മൻകിബൈഹി. രണ്ട് കൈയും ഉയർത്തുകയും എന്നിട്ട് ആമീൻ പറയുകയും ചെയ്യൽ അത് സുന്നത്താകുന്നു. ആരാത് പറയുന്നത്? മഖ്ദൂം തങ്ങള്. കിതാബിലുള്ളത് എന്താ? സുന്നത്താണ് കൂട്ടുപ്രാർത്ഥന. നവവി ഇമാം പറയുന്നത് എന്താണ്? ഖുനൂത്ത് സുന്നത്താകുന്നു. മുജാഹിദ് പറയുന്നതോ കിതാബിലുള്ളതൊക്കെ എങ്ങനെയാണ്? ഇനി മുജാഹിദ് പറയുന്നത് എങ്ങനെയാണ്? കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അത് വ്യഭിചാരത്തെക്കാളും മഹാപാതകമാകുന്നു. വെച്ചുകൊടുക്ക്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് ഈ മൊയന്തിനറിയോ അത് എവിടെ ഓതലെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി സഹോദരന്മാരെ. ഇവരാണ് എന്നിട്ട് ഇവിടെ നേതാക്കള്. ഈ ജാഹിലുകളായ മൗലവിമാരാണ് ഇവിടെ വന്ന ആൾക്കാരെ നേതാക്കള്. നേരത്തെ അബൂബക്കർ മൗലവി പറഞ്ഞില്ലേ, ആ താടി ഈ കയ്യും തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതാണ് അതിന്റെ ശരി. ഒന്നുകൂടി കേൾക്ക് നിങ്ങൾ. ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞില്ല. ഭയങ്കരം തന്നെയാകുന്നു. എന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് പൊട്ടിച്ചേണ്ടായി. അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഇവിടുത്തെ ആളുകളൊന്നും അതിന് വഞ്ചിതരാകൂല. അതിന്റെ നെഞ്ചിന് കുഴപ്പം പറ്റുന്നല്ലാതെ ഇവിടെ അങ്ങോട്ട് ഒന്നും യേശൂല. അങ്ങോട്ട് അതല്ല അറിയേണ്ടത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് പറയട്ടെ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ്. കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ഒരാൾ ഒരു മുസ്ലിയാർ മുജാഹിദ് പള്ളിയിൽ അറിയാതെ കയറിപ്പോയി കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ് നിസ്കാര ശേഷം. അപ്പോഴാ മുജാഹിദ് പള്ളിയല്ലേ ആണും പെണ്ണൊക്കെ ഉണ്ടാവും. അപ്പുറത്തെ ഒരാൾ ഒരു സ്ത്രീയും പുരുഷനും വ്യഭിചരിക്കുകയാണ്. അത് കണ്ടുവന്ന ISMകാരൻ തടയേണ്ടത് ഏതിനെയല്ല, വ്യഭിചരിക്കുന്ന ആളുകൾ പള്ളിയിൽ വ്യഭിചരിക്കട്ടെ, ഇവിടെ തടയേണ്ടത് ഈ മുസ്ലിയാരെയാണ് എന്ന് ISMകാരൻ ചിന്തിച്ചെങ്കിൽ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇതാ മുജാഹിദ് പഠിപ്പിക്കുന്നത്, കിതാബിലുള്ളത് പറയുന്നത്. മുജാഹിദുകളാണോ സുന്നികളാണോ ഭക്ഷണം കഴിക്കുന്നവർ ചിന്തിക്കാൻ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മതത്തെ വെട്ടിമുറിക്കാൻ പണ്ഡിതന്മാരുടെ പേരിൽ പച്ചക്കള്ളം പറയുന്ന ഈ പാതിരിവർഗം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരു ഹദീസിനെ പരസ്യമായി നിഷേധിക്കുന്നതും സുന്നി പണ്ഡിതന്മാർ അതിനെ പിടികൂടുന്നതും ഒന്നിച്ചു കാണൂ. കഴിഞ്ഞ തവണ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസ് 70 ചില്ലാനം, 73 72 ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. ഈ സമുദായം ഛിന്ന ഭിന്നമാകും. അതിൽ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് കുറിക്കുന്ന ഹദീസ് ഞാനിവിടെ വിശദീകരിച്ചിരുന്നു. ആ വിശദീകരണത്തിൽ ഞാൻ പറഞ്ഞു, അതിനെ മുജാഹിദുകൾ നിഷേധിക്കുന്നുണ്ട് ഈ ഹദീസിനെ. എന്നിട്ട് അയാൾ പറയുന്നു, സക്കരിയ സലാഹിനോട് പ്രതികരിക്കുകയാണ്, ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. കേട്ടോളൂ നിങ്ങൾ, അയാളുടെ ആ കളവ് കേട്ടോളൂ.
73 കക്ഷിയായി മുസ്ലിമീങ്ങൾ പിരിയുമെന്നും 72 നരകത്തിലാണെന്നും ഒരു കക്ഷി മാത്രം സ്വർഗത്തിലാണെന്നും പറയുന്ന ഹദീസ്. സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ്? ആ കക്ഷി അഹ്ലുസുന്നത്ത് വൽ ജമാഅയാണ്. എന്നാൽ മുജാഹിദീകൾ അതിനെ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ലെന്നാണ് മുജാഹിദികൾ പറയുന്നത് എന്നാണ്. വാസ്തവത്തിൽ പച്ച നുണയാണ് ആ പറഞ്ഞത്. ആ ഹദീസിനെ ഞങ്ങൾ ഒരു കാലത്തും നിഷേധിച്ചിട്ടേ ഇല്ല. കണ്ടോ, ഒരു കാലത്തും ഞങ്ങൾ നിഷേധിച്ചിട്ടേ ഇല്ല. നിഷേധിച്ചു എന്ന് പറയുന്നത് പച്ചക്കളവാകുന്നു. ശരി, അത് കളവാണോ അല്ലേ നമുക്ക് നോക്കാം. ഇയാളുടെ ഇതിന് ശേഷം പറയുന്ന പ്രസംഗത്തിൽ തന്നെ അയാൾ കളവ് പറയുന്നു, നിഷേധിക്കുന്നു. കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ, തൊട്ടടുത്തുള്ള ഭാഗം അയാൾ പറയട്ടെ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി. ഉമ്മത്തി അലാ 73 എന്റെ ഉമ്മത്ത് ഭാവി 73 കക്ഷികളാവും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ആരാണ് ഒരു വിഭാഗം? റസൂലിനോട് ചോദിച്ചപ്പോൾ മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. മാ അന അലൈഹി അതാണ് അസ്സുന്ന, വഅസ്ഹാബി അതാണ് അൽ ജമാഅ. ഈ ഹദീസിൽ നിന്നും നമ്മുടെ മുൻഗാമികൾ പിടിച്ചെടുത്തതാണ് ഈ പദപ്രയോഗം അഹ്ലുസുന്ന വൽ ജമാഅ എന്നത്. അല്ല, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞതാണ്. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞതാണ്. കേട്ടില്ല നിങ്ങൾ? അപ്പൊ ഈ പറഞ്ഞ പ്രസംഗത്തിൽ തന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പദം മഅനാലഹി വസ്ഹാബി എന്നതിൽ നിന്ന് പിടിച്ചെടുത്തു എന്നല്ലാതെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്നു എന്നൊരു പദം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി സഹിയായ ഹദീസിൽ വന്നിട്ടില്ല എന്നാണ് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞത്. ആദ്യം പറഞ്ഞതോ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്നതിനെ നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് സുന്നികളായ നമ്മൾ പറഞ്ഞത് കളവാണ്. അപ്പോ അയാളെ നിഷേധിക്കും ചെയ്തു. എന്നാൽ അയാൾ വേറൊരു കളവും കൂടി അവിടെ പറഞ്ഞു. എന്താണ്? അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞത് സഹിയായ ഹദീസിൽ അങ്ങനെ ഇല്ല എന്നാണ്. അതും കളവാണ്. ഇയാൾക്ക് കളവ് മാത്രമേ പറയാൻ അറിയുള്ളൂ സഹോദരന്മാരെ. എന്തുകൊണ്ട്? അബ്ദുറഹ്മാൻ അൻസാരി ആദ്യം പ്രസംഗിച്ച പ്രസംഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അയാൾ പറയുന്നു, സഹീഹ് പോകട്ടെ, ലഈഫായ ഹദീസ് കൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തെളിയിക്കാൻ കഴിയുമോ എന്നാ അബ്ദുറഹ്മാൻ അൻസാരിയുടെ വെല്ലുവിളി. ഇയാൾ പറയുന്നതോ സഹിയായ ഹദീസിലില്ല എന്നാണ് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞത്. കളവുകൾ പറയുമ്പോ എന്തുമാത്രം ഇദ്ദേഹത്തിന്റെ ധൈര്യം എത്രയാണെന്ന് നിങ്ങൾ ഓർക്കണം. അബ്ദുറഹ്മാൻ അൻസാരി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അവർ സുന്നികളാണ്. ഞങ്ങളെ നരകത്ത് കാക്കാൻ റഷീദ് സക്കാഫി ചെയ്തണ്ട്. നിങ്ങള് റഷീദ് സക്കാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും. അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സക്കാഫി വിശദീകരിക്കുക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്ത് മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല. ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല. അത് ഞങ്ങളാണ് പറയല്. ഹും അഹ്ലു സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല. അത് ഞങ്ങളാ പറയല്. അവർ റസൂലുള്ളാഹി അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗിനെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലു സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി, ഒരാളെ നിസ്കാരം സക്കാത്ത് നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ ഉത്ബുദ്ധരാക്കാൻ ശ്രമിക്കണത് ഓലെ പറ്റിയാവും. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പിന്നെ ആരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സക്കാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പച്ച നുണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുതഅല്ലിമാരോ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിയുന്ന സമയം തരാ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട്. ഈ റഷീദ് സക്കാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ? അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ? ആരുദ്ധരിച്ചു? സ്വഹീഹാണോ ദഈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ദഈഫ് പോലും ഉദ്ധരിക്കാൻ സക്കാഫിക്കോ സക്കാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ദഈഫ് പോലും ഉദ്ധരിക്കാൻ സക്കാഫിക്കോ സക്കാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ദഈഫ് പോലും ഉദ്ധരിക്കാൻ സക്കാഫിക്കോ സക്കാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. കണ്ടോ, അൻസാരിയുടെ ക്ലിപ്പ് ഇങ്ങനെയാണ്. വഹാബി നേതാവ് ജക്കരിയ പറഞ്ഞതുപോലെയല്ല. ജക്കരിയ മൗലവി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്, കളവാണ്. അതുകൊണ്ട് തന്നെ അയാൾ പച്ച കള്ളം പറയാനാണ് ചാലിയത്തിൽ 2 ദിവസം തങ്ങിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ ആ ഹദീസ് ഉദ്ധരിച്ചിരുന്നു, കിതാബ് തംബീഹിലുണ്ട് എന്ന് ഉദ്ധരിച്ചിരുന്നു. അപ്പൊ അയാൾ പറയാണ്, അങ്ങനെ ഒരു കിതാബ് നമ്മക്കാർക്കും പരിചയമില്ലല്ലോ. കേട്ടോളൂ നിങ്ങൾ അയാൾ പറയുന്നത്. ഇയാൾ പറയുന്നു ഹാഫിദ് അബുൽ ലൈസിന്റെ കിതാബ് തംബീഹിലുണ്ട്. ആയിക്കോട്ടെ, കിതാബ് തംബീഹിൽ അതിന്റെ സനദ് സഹിതം അടുത്തായിട്ട് വായിച്ചോ. ഹാഫിദ് അബുൽ ലൈസിന്റെ കിതാബ് തംബീഹ് നമ്മളാരും കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ അത്ര തന്നെ പരിചയമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഹാഫിദ് അബുൽ ലൈസിന്റെ കിതാബ് തംബീഹ്. കേരളത്തിൽ ആർക്കും കേട്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്ത, അറിയാത്ത കിതാബാണ്. നിങ്ങൾക്ക് അതിന് ഏതാ അറിയെങ്കിൽ അന്ന് പറഞ്ഞാണ്. ആ അറിയുന്നതിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞ ആഫീസിൽ തന്നെ സീറ്റല്ലാതെ വേറെ വല്ല കഥയുണ്ടോ? എന്നാലിതാ ഞങ്ങൾക്കെല്ലാവർക്കും നേരത്തെ പരിചിതമായ ഗ്രന്ഥമാണ് ഹാഫിദ് അബുൽ ലൈസിന്റെ കിതാബ് തംബീഹുൽ ഗാഫിലീൻ എന്ന വിശ്രുത ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ 260 പേജിൽ വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഖാലൂ യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ വാഹിദ, സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം ഏതാണ് നബിയെ? ഖാല, അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറയുന്നു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഖാല റസൂലുള്ളാഹി. അപ്പോ സക്കരിയ സലാഹി പറഞ്ഞ കളവില്ലാതെ സാധിക്കാൻ വേണ്ടി പറഞ്ഞതിൽ 3 കളവുകളാണ് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുള്ളത്. ദാരുണമായ ദുഃഖം എന്നല്ലാതെ എന്തു പറയാൻ. അറിവില്ലായ്മ മുഖമുദ്രയാക്കിയ ഈ പാതിരിവർഗം വർഷങ്ങളോളം മതപഠനത്തിനായി ജീവിതം നീക്കിവെച്ച പണ്ഡിത സമൂഹത്തിനു നേരെ ഉറഞ്ഞു തുള്ളുന്നു. സംഗതി മുസ്ലിയാക്കന്മാര് 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം കിതാബ് ഓതിയെന്ന് പറയാന്നല്ലാതെ ഈ 20 കൊല്ലം ഓത കിതാബൊക്കെ കാര്യത്തിൽ 1-2 കിതാബേ ഉള്ളൂ. അതിന് അപ്പുറം ഓതേണ്ട കിതാബൊന്നും പോലും ഓതലില്ല. അല്ലാത്ത ചില കിതാബ് ഓതുമ്പോൾ ഓതേണ്ട അത്യാവശ്യം കിതാബ് നല്ലതാനും അങ്ങനത്തെ ചില കിതാബ് നടന്നുകൊണ്ട് വല്ല ആലിമിങ്ങ വിചാരിച്ച് അടയ്ക്കാവൂല്. പറച്ചിലെന്താ മഹാജയുടെ ബുക്ക് കഴിച്ച് മാറി നമ്മളെ കിതാബ് ഓതിയില്ല. പക്ഷെ കിതാബിൽ എന്താണുള്ളത് അത് എന്നും മുജാഹിദിന് പറഞ്ഞു കൊടുക്കണം. മൗലവിമാരുടെ ഇത്തരം വിടുവായിത്തങ്ങൾ കേട്ട് പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാനിറങ്ങിയവർ സ്വയം പരിഹാസ്യരാകുന്നതാണ് നിങ്ങളിനി കാണുന്നത്. ബീവിക്ക് അറിയാത്ത തൗഹീദല്ലേ മുജാഹിദ് പഠിപ്പിക്കുന്നത്? ഇമാമുകൾക്കല്ലാത്ത തൗഹീദല്ലേ പഠിപ്പിക്കുന്നത്? ഇവരൊക്കെ പറയുന്നത് ശഫാഅത്ത് തേടൽ സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നാണ്. അപ്പൊ മുജാഹിദ് പഠിപ്പിക്കണ ഈ തൗഹീദ് ഇസ്ലാമികമല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്ന് പറഞ്ഞത് അത് ഏത് ഹദീസാണെന്ന് വ്യക്തമാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം അതാണ് തീരുമാനിക്കുക. ആദ്യം കൊടുത്ത അപ്പൊ തെരപ്പത്തിന് വരാം. ഒരൊറ്റ മിനിറ്റ്. എന്നാ പിന്നെ ഓരോന്ന് പറഞ്ഞ തീരുമാനമായാലേ നമ്മൾ വിഷയം പേര് തീരുമാനമാവും. അതിന് നമുക്ക് നോക്കാറില്ല. അങ്ങനെയല്ല സംഗതി. ആ കൈയിൽ തന്നിട്ടല്ലാത്ത പരിപാടിയില്ല. ഞങ്ങളുടെ പ്രശ്നം അതാണ്. മുജാഹിദ് മൗലവി പറഞ്ഞ മാതിരിയല്ല. അത് ഞാൻ ഇറക്കി കാണിച്ചു തരാം. മുജാഹിദിന്റെ നേതാവ് പറയുന്നത് എന്താണ്? അല്ലാ ഞങ്ങള് കാണിച്ചു തരും, കയ്യിൽ തരൂരാന്നാ. ഞങ്ങൾ പറഞ്ഞത് അങ്ങനല്ല. ഞങ്ങൾ കയ്യിൽ തരും ചെയ്യും, കാണിച്ചു തരും ചെയ്യും. ഇതാ കൊടുക്ക് വായിച്ച് നോക്കിയിട്ട് അതിന് ശരിയല്ലെങ്കിൽ പറയണം. നിങ്ങൾ നോക്കോളി. മൈക്ക കൊടുക്ക്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കണമെന്നില്ല. അതിലുണ്ടോ ആ വായിച്ചത് അതിലുണ്ടോ ഇല്ലേ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മനസ്സിലാക്കലും ബാല് പറഞ്ഞൊക്കെ പിന്നാക്കാം. നിങ്ങൾക്ക് നല്ലോണം പ്രസംഗിക്കാൻ കഴിഞ്ഞ് എനിക്കറിയാം, ഞങ്ങൾക്ക് നിങ്ങളിലേറെ പ്രസംഗിക്കാൻ കഴിഞ്ഞ് നിങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല, ഡിസൈൻ തീരുമാനമാവണം. അത് ആ കിതാബിൽ ഉണ്ടോ ഇല്ലേ നോക്കി ഉറപ്പുവരുത്തി കൊടുക്കും. അതിനെ കുറിച്ച് പറയാൻ ആ കിതാബ് നോക്കി പറയും. വേറെ പ്രശ്നങ്ങൾ അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയും പ്രസംഗിക്കാം. അതിന് കുഴപ്പമില്ല. എത്രയും പ്രസംഗിക്കാം. അവസാനിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഞങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ട് തന്നെ മറുപടി വന്നത്. ഇത് മുഖാമുഖമാണ്. മുഖാമുഖം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ അവിടുന്ന് ചോദിക്കുന്നത് ഇങ്ങോട്ട് മറുപടി പറയും. ജനങ്ങളെ പൊട്ടീസാക്കുന്ന പരിപാടി ആരാ പൊട്ടീസാകുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് വ്യക്തത. അതൊക്കെ അവസാനത്തെ സീറ്റാണ്. കുടുങ്ങണ നേരത്തെ ഇരിക്കുന്ന സീറ്റാണ്. അതൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് അറിയാതെ എടുക്കാൻ പോണത്. അതിനൊന്നും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടേ തോന്നുന്നു. അതാണ് കിതാബ് നോക്കിയിട്ട് അതിനെല്ലാം ഞാൻ പറയില്ല. കിതാബ് കണ്ടിട്ട് പറയൂ. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇബ്നുൽ മുൻകദിർ തങ്ങള് അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്കലിൽ പോയി സഹായം തേടിയ ഇബ്നുൽ മുൻകദിറിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി നിങ്ങളെങ്ങനെ സ്വീകരിക്കും? നിങ്ങൾക്ക് മുസ്ലിം ലോകത്തുള്ള ഒരാളുടെ ഹദീസും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ആ കാണിച്ച കിതാബിലുണ്ടെങ്കിൽ
പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. നിങ്ങൾ ഈ ആളുകളെ വട്ടം കറക്കിയിട്ട് നിങ്ങളെ വിശ്വസിക്കാപുരമാക്കുന്ന ഈ പ്രവണതയുണ്ടല്ലോ, അത് ഇനി ഞങ്ങൾ ഈ അധികകാലം ഞങ്ങൾ കേരളത്തിലെ ഈ ബുദ്ധ ജനത ഇവിടെ തിരിച്ചറിവ് നേടിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ദുഷിച്ച തൗഹീദ് ഞങ്ങൾ ഇവിടെ കുഴിച്ചു വീടുക തന്നെ ചെയ്യും. നടക്കൂല കുട്ടി, നടക്കൂല. പൂർവീകർ പഠിപ്പിച്ച തൗഹീദ്, ആ തൗഹീദിന് വിരുദ്ധമായി നിങ്ങൾ ഈ കുറെ കാലമായി മുസ്ലിമീങ്ങളെ പറ്റിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളെ നിങ്ങൾ ഈ പുകമറ സൃഷ്ടിച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നടക്കുകയില്ല. ഞങ്ങൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കും. ഞങ്ങൾ തൗഹീദിന് വിരുദ്ധമായി പൂർവീകർ പഠിപ്പിച്ച തൗഹീദ്, അതിനെതിരിൽ സഹോദരന്മാരെ, അതിനാണ് ഞാൻ കിതാബ് തന്നത്. അതിന്റെ ആ പേരിൽ രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കില്ല. അതല്ലേ രസമാണ്. നിങ്ങൾ ഈ കുറെ കാലമായി മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാഫിറാക്കൽ പറഞ്ഞപ്പോൾ ഞങ്ങളോട് കാഫിറാക്കുക. നമ്മുടെ ആളുകളൊന്നും പറഞ്ഞത് ഒന്നുമില്ല. ഇതൊക്കെ സാധാരണ, ഇതൊക്കെ അവസാന നേരത്തുണ്ടായിരുന്ന കുടുങ്ങൽ. അതൊക്കെ നമുക്ക് അനുഭവമല്ലേ. മുഖാമുഖം 360 ചെല്ലാനായി പല്ലാന തോപ്പിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്കിതൊക്കെ അറിയാം. ഈ ജാതി പല ആളുകളും ഞങ്ങൾ കണ്ടതാണ്. അവസാനം ഗതിമുട്ടുക നേരത്ത് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സഹോദരന്മാരെ, ജാറങ്ങളിൽ പോയിട്ട് മഹാത്മാക്കളെ മക്ബറയിൽ പോയി തവസ്സുറും ഇസ്തിഗാസയും ചെയ്യുന്നത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്ന ഈ ആചാരം ഇല്ല. പ്രമാണങ്ങളുടെ പിൻബലമില്ല. ആഴത്തിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞിട്ടില്ല. മൗലവിമാരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, എന്നിട്ട് പകരം ഈ കുഞ്ഞാടുകൾക്ക് പകർന്നു കൊടുക്കുന്നു. അവരണ്ണാക്കുത്തരോ അത് വിഴുങ്ങുന്നു. ഇതല്ലാതെ പ്രമാണവുമായോ ഇസ്ലാമുമായോ ഇതിന് ബന്ധമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെയൊന്നോ ഇന്ന് മറ്റൊന്നോ നാളെ ഇത് രണ്ടുമല്ലാത്ത വേറെയൊന്നോ, ഇങ്ങനെ മതത്തെ വെട്ടിമുറിക്കൽ അജണ്ടയാക്കിയ ഈ യഹൂദി ചാരന്മാർ ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ചവർക്ക് പോലും തെറ്റാതെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റിപ്പറയാൻ തുടങ്ങി. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലത്തേക്ക് മാറ്റിപ്പറയുകയും ഒടുവിൽ തിരുത്തിക്കൊടുത്തിട്ടും തെറ്റുതിരുത്താൻ തയ്യാറില്ലാതെ മുന്നോട്ടു പോവുകയും ഗതിയില്ലാതെ വന്ന മൗലവി സമ്മതിച്ച് കീഴടങ്ങുന്നതും നിങ്ങളൊന്ന് കാണൂ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തിൽ വഅൻജൈനാഹു വഅസ്ഹാബ സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബ സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയുക. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പേര് വന്നതാണ് കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വലിയ വയസ്സനായി, 10-20 വയസ്സോളായി. അപ്പൊ ധാരണ പേച്ചത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ലൂത്ത് നബി അല്ല, നൂഹ് നബിന്റെ കാലത്താണ് ജലപ്രളയം, തൂഫാൻ ഉണ്ടായതും കപ്പലുണ്ടാക്കാൻ പറഞ്ഞതൊക്കെ. തെറ്റുകൾ പിടികൂടുമെന്ന് കണ്ടാൽ മാപ്പ് പറയാനൊരുങ്ങുന്ന ഈ പാതിരി വർഗം ഇവിടെയും അതാവർത്തിക്കുന്നു. സുഹൃത്തുക്കളെ, മനുഷ്യസഹജമായ ചില തെറ്റുകളൊക്കെ ആരെടുത്തും വരും. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ് തൂഫാൻ ഉണ്ടായത്. അത് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്ന് പിഴച്ച് ഞാൻ പറഞ്ഞുപോയി. ഇനി കണ്ടോ നിങ്ങൾ, ഒരു കാലത്ത് എവിടെയെങ്കിലൊക്കെ ഇത് കിളിപ്പിടും, അപ്പുറം ഇപ്പുറം ഒന്നും ഇടൂല.
ഞാൻ തന്നെ ഇത് തിരിച്ചു പറയുന്നുണ്ട്, അതൊന്നും ഇടൂല. ഇത് പറഞ്ഞത് കണ്ടോ, ഇവിടെ പണ്ഡിതന്മാരാണോ ഇത്? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായ തൂഫാൻ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്നാ പറയുന്നത്. തൂഫാൻ ഉണ്ടായത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്താണെന്ന് പോലും അറിയാത്ത വിഡ്ഢികൾ ഇവരാണോ ഇവിടെ പണ്ഡിതന്മാർ? പിന്നെ എന്താണ് മൗലവി നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയേണ്ടതോ? ഇനി കേൾക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മൂസാ നബി അലൈഹിസ്സലാമിനെയും നാടൻ കാക്കമാരായി അവതരിപ്പിച്ചോ പ്രവാചകരെ ഇകയ്ത്താൻ ശ്രമിച്ചവരെ സുന്നി ലോകം പിടികൂടിയപ്പോൾ പട്ടിണി ഭയന്ന് അതും തിരുത്തിയതായി പ്രഖ്യാപിക്കുന്നതാണ് നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്നത്. സുഹൈർ മൗലവി തന്നെ പല വേദികളിൽ പറഞ്ഞു, എന്നെ നാവെന്ന് വന്നുപോയ ഒരു പദപ്രയോഗമാണ്, അതും പ്രവാചകന് മുമ്പുള്ള അവസ്ഥയെ പറ്റി പറഞ്ഞാൽ, എന്നാൽ പോലും ആ പദം സൂക്ഷിക്കേണ്ടതായിരുന്നു, സൂക്ഷ്മത കാണിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പല വേദികളിലും അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. തെറ്റുകൾ പ്രബോധിപ്പിക്കുകയും പിടികൂടുമ്പോൾ മാറ്റിപ്പറയുകയും ചെയ്യുന്നത് ഇവരുടെ നിത്യ ഹോബിയാണ്. മറ്റൊരു ഉദാഹരണം കാണൂ. ഇപ്പൊ എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസറ്റുകൾ CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്താലുണ്ടായ ചില ആശയങ്ങൾ, സിഹിർ വലിക്കൂല, സിഹിർ വലിക്കുന്നു വിചാരിച്ച കലാഖദറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം. പിന്നീട് എനിക്ക് മനസ്സിലായി, ഹദീസുകൾ പഠിച്ചു, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ കുറിച്ച് പഠിച്ചു, അതുപോലെ അറബ് രംഗവുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു. അങ്ങനെ അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലായി അഹ്ലുസുന്നത്തിന്റെ മാർഗം ഏതാണ്, സലഫിയ്യത്ത് എന്താണ്. വരും ഭാവിയിൽ ഇതും മാറ്റിപ്പറയുമോ? കാത്തിരുന്നു കാണാം. ഇനി സ്വന്തം നേതാക്കളെ തിരുത്താൻ മാത്രം കെൽപ്പുള്ള മറ്റൊരു മൗലവി ഇതാ കടന്നു വരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നെന്നേണ്. ശുദ്ധ നുണയല്ലേ അയാൾ പറയുന്നത്. ഈ സാധു അത് വിചാരിച്ചിട്ട് മുജാഹിദിലേക്ക് പോയതെങ്കിൽ തിരിച്ചു വരാൻ സമയമായി. കാരണം നിങ്ങൾക്കറിയോ, മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്നു, പണ്ട് ഞങ്ങൾ പറഞ്ഞത് കിതാബുൽ അവ്വലു ഫിൽ അമലിയാത്ത് എന്ന പുസ്തകത്തിൽ എഴുതിയിരുന്നു, എന്ത് ഖുനൂത്ത് ഓതൽ സുന്നത്താകുന്നു, അല്ലേ, കൈ കെട്ടണ നെഞ്ചിന്റെ താഴെയാകുന്നു എഴുതിയില്ലേ. അതുപോലെ തന്നെ ഖുനൂത്ത് സുന്നത്താ, കൂട്ടുപ്രാർത്ഥന സുന്നത്താണ്, തറാവി 20 റക്അത്താണ്. മുജാഹിദ് എഴുതിയ അവരുടെ കിതാബുൽ അവ്വലു ഫിൽ അമലിയാത്ത് എന്ന അവരുടെ മൗലവിമാർ എഴുതിയ പുസ്തകം എന്റെ കൈവശമുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും കൈവശമുണ്ട്. ഇപ്പോഴോ, ഇപ്പൊ അത് ചെയ്യാൻ അനാചാരമാണ്, ഇപ്പൊ അത് ചെയ്യാൻ പാടില്ല. തറാവി 20 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല, കൈ നെഞ്ചിന്റെ താഴെ കെട്ടാൻ പാടില്ല സഹോദരന്മാരെ, അതുപോലെ 2 ബാങ്ക് പാടില്ല. അങ്ങനെ എല്ലാ വിഷയത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയല്ല, അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ അൽമുർഷിദിൽ പഴയ അമലിയാത്തില് സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ, അവരുടെ പുസ്തകമല്ലേ, അവരുടെ ലേഖനമല്ലേ, അവരുടെ പത്രമല്ലേ ആണ്. അതിൽ ഖുനൂത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അത് സ്വീകരിക്കാത്തത്? അതിന് തെളിവില്ലാത്തത് കൊണ്ട്. ഇതാണ്. അപ്പൊ മുമ്പ് മുതൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇന്നത് അംഗീകരിക്കുന്നില്ല. മാറ്റമുണ്ട്. മറ്റേ ഇയാൾ മുജാഹിദാവാൻ കാരണം എന്താ? മുജാഹിദ് പ്രസ്ഥാനം ആ പറഞ്ഞാൽ നിൽക്കുന്നു എന്ന് കരുതിയിട്ടാ ഈ സാധു മുജാഹിദ് പ്രസ്ഥാനം എത്രയോ മുൻപിലെത്തിയ കഥ ഇയാളെ കണ്ടോ? ഈ തിരുത്തൽ പട്ടിക ഒടുവിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുകയും സ്വന്തം നേതാക്കൾ പിഴച്ചവരാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരികയും ചെയ്ത വഹാബി സങ്കടക്കഥ ഒന്നുകൂടെ കാണൂ. ശേഷം പുളിക്കടി യോഗം ചേർന്നിട്ട് അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം തിരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ അമാനി മൗലവി പിഴച്ചുപോയി, KM മൗലവി പിഴച്ചുപോയി, EK മൗലവി പിഴച്ചുപോയി, വക്കം മൗലവി പിഴച്ചുപോയി, TK മൗലവി പിഴച്ചുപോയി. അങ്ങനെ മുജാഹിദിന്റെ KC മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി പിഴച്ചുപോയി. അങ്ങനെ എല്ലാ മൗലവിമാരും ഖവാരിജികളെ പോലെ, ഖവാരിജികൾ സഹാബത്തിനോട് യുദ്ധം ചെയ്ത് അലി ഇബ്നു അബീ താലിബിനെ കൊന്നുകളല്ല, ഖവാരിജിനെ പോലെ വ്യതിയാനം സംഭവിച്ച പിഴച്ചുപോയ വ്യക്തികളാണ് എന്ന് സക്കരിയാ സലാഹിന്റെ നാവ് കൊണ്ട് അമാനി മൗലവിന്റെ പേരെടുത്ത് പറഞ്ഞത് എന്റെ അടുക്കലുണ്ട് CD. മനസ്സിലാക്കണം സക്കരിയാ സലാഹി, എന്നെ വെല്ലുവിളിക്കുമ്പോൾ ആലോചിച്ചോളണം. നിങ്ങളുടെ ഖുർആൻ പരിഭാഷ എഴുതിയ അമാനി മൗലവി, അദ്ദേഹം ഖവാരിജികളെ പോലെ പഴച്ചാളാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ CD, നിങ്ങളുടെ കേസറ്റ്, ഓഡിയോ കേസറ്റ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. വ്യതിയാനങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോ പറയാന് വജുഹുല്ലാന്റെ അമാനി വ്യാഖ്യാനത്തിന്, കുർത്തുബിയെ വ്യാഖ്യാനത്തിന് എന്താ കുർത്തുബി ഇതിനൊക്കെ ശേഷം നിങ്ങൾ എഴുതിയതാ?
അമാനിയുടെ മാസൂമാ തെറ്റ് തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ ആ മരിച്ചതല്ല ഒരിക്കൽ വ്യതിയാണ്ടി വരാൻ പറ്റുമോ? മരിച്ചയാൾക്ക് വ്യതിയാണ്ട് നിങ്ങൾ പറഞ്ഞില്ല. ഈ കേൾക്കുമ്പോൾ വ്യതിയാനല്ലേ? എത്ര ഈ സലഫി പണ്ഡിതന്മാർക്കില്ലാത്ത എത്ര അഭിപ്രായങ്ങൾ ഇസ്ലാം തെളിയിക്കണ്ടേ? അവർക്ക് തെറ്റ് പറ്റി അള്ളാഹു കൊടുത്തു കൊടുക്കട്ടെ എന്ന് നമ്മൾ പറയണം. അവർക്ക് ആ വിഷയത്തിൽ അറിവുകൊണ്ടാണ് എഴുതിയെങ്കിൽ അത് വ്യതിയാനം തന്നെയാണ്. ഇതിൽ കഥീം അച്ചരിയത്തുണ്ടോ? ഉത്തരിക്ക് അച്ചരിയത്തുണ്ടോ? അപ്പോൾ മരിക്കാൻ അച്ചരിയത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് അച്ചരിയത്ത് എന്ന രോഗം ബാധിച്ചിരുന്നു. അതുകൊണ്ട് അവർ ഇസ്ലാമെന്ന് പുറത്തുവില്ല. ഖവാരിജ് ഉണ്ടായിട്ടില്ലേ? മൂർത്തിയൊക്കെ ഉണ്ടായിട്ടില്ലേ? സഹാബത്തിന്റെ കാലത്ത് വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ കൊടുത്തു. ആ ലക്ഷ്യങ്ങൾക്കൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടായി. അവർ മുസ്ലിം കാരണമല്ല, അവർ മുൻകരുതലാണ്. അവർ തൊഴിൽസ്കരിക്കാമെന്ന് സഹാബത്ത് തീരുമാനിച്ചത്. അതുപോലെ അവരുടെ വിദ്യാർത്ഥികൾ ഇതുപോലെയുള്ള വ്യതിയാനങ്ങൾ പല കക്ഷികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പറയാൻ വിദ്യാർത്ഥികൾക്ക് യാതൊരു രസമല്ല. ബോധം തെളിഞ്ഞ മൗലവി സ്വന്തത്തെയടക്കം സകല മൗലവിമാരെയും ഉപദേശിക്കുന്നു. ഇത് ദീനിന്റെ കാര്യമാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയക്കാരെ പ്രസംഗം പോലെ ഇന്ന് പറഞ്ഞ് നാളെ മാറ്റിപ്പറയാ, നാളെ പറഞ്ഞ് മറ്റന്നാ മാറ്റിപ്പറയുന്ന വിഷയമല്ല, ഇത് ദീനിന്റെ വിഷയമാണ്. മുമ്പ് എഴുതിയതൊക്കെ വിഴുങ്ങിക്കൊണ്ട് സാധാരണക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തെങ്കിലും സംസാരിക്കരുത്. കേൾക്കൂ, സുന്നി ലോകം പിടികൂടിയ മറ്റൊരു മഹാ വഹാബിയൻ പൊട്ടത്തരം. പണ്ടുകാലത്ത് പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്നാരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫിറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്. അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹു നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹിദ്ദീൻ ശൈഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്. കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ആ അടിമയോട് ആരാധന നടത്താൻ പാടില്ല. ലോകത്ത് ഇതാണ് മുജാഹിദുകളുടെ വാദം. മുസ്ലിങ്ങൾ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നതും അമുസ്ലിങ്ങൾ അവരുടെ ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും എങ്ങനെയാണ് ഒരുപോലെയാകുന്നത്? മുജാഹിദ് മുഖപത്രമായ അൽമനാറിന്റെ വീക്ഷണത്തിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ അഥവാ സഹായാർത്ഥന അവർക്കുള്ള ആരാധനയുടെ പരിധിയിൽ പെടില്ല എന്നോ വ്യക്തമാക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അൽമനാർ ഈ ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധനയാവൽ എപ്പോഴാ? മുജാഹിദുകളുടെ മുഖപത്രം പറയുന്നു. ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും ഇബാദത്ത് എന്ന ആരാധന തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ, അതായത് അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ്, അതുകൊണ്ട് തൗഹീദിന് പുറത്തുപോയി എന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. എന്താ പറയുന്നത്? ദിവ്യത്വ സങ്കല്പമുണ്ടെങ്കിലേ അത് ആരാധനയാവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ അനുസരണം, താഴ്മ, വിനയം, പ്രാർത്ഥന ഇതൊക്കെ നിർവഹിക്കപ്പെടുന്ന ശക്തി, വ്യക്തി, വസ്തു, ഇതിന് ദിവ്യത്വം ചാർത്തണം. അപ്പോഴേ അത് ആരാധനയാവൂ. ആരാത് പറയുന്നത്? മുജാഹിദിന്റെ മുഖപത്രമാണ് പറയുന്നത്. ഞാൻ ബാക്കിയുള്ളത് കൂടി വായിക്കാം. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും, ഒരാളൊന്നുമല്ല, ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാം. അപ്പൊ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ള ആശയമാണിത്. മുജാഹിദിന്റെ മുഖപത്ര പറയുന്നത്. മുജാഹിദുകൾക്ക് അതിന് സംശയം ഉണ്ടാവില്ലല്ലോ. എന്താ പറയുന്നത്? ഈ തേടപ്പെടുന്ന അല്ലെങ്കിൽ വിനയം പ്രകടിപ്പിക്കപ്പെടുന്ന ശക്തി, വ്യക്തി, വസ്തു എന്തായാലും ആ വ്യക്തിക്ക്, ശക്തിക്ക് മുമ്പിൽ ദിവ്യത്വം ചാർത്തണം. അപ്പോഴേ അത് ആരാധനയാവൂ. ദിവ്യത്വം ചാർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവീകത എന്നാണ്. ദൈവീകത എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശക്തി, ഈ വ്യക്തി, ഈ വസ്തു ദൈവമാണെന്നോ അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണോ
ഈ സക്കിരിക്ക് വ്യക്തിക്ക് വസ്തുവിനെ നമ്മൾ താഴ്മ ചെയ്യുന്നത്, വിനയം പ്രകടിപ്പിക്കുന്നത്, ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത്, അർപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ പ്രാർത്ഥന, ആ വിനയം, ആ താഴ്മ, ആ തേട്ടം ആ വസ്തുവിനുള്ള ആരാധനയാകുന്നു, ആ വസ്തുവിനുള്ള ഇബാദത്താകുന്നു. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യൽ ശിർക്കാണ്, ആരാധിക്കൽ കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്താൽ, എങ്ങനെ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവികത ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നതെങ്കിൽ അത് ആരാധനയാകുന്നു, അത് ശിർക്കാകുന്നു, അത് കുഫറാകുന്നു. ഇനി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ചിന്തിക്കണം. നമ്മൾ അള്ളാന്റെ റസൂലിനെ വിളിക്കുന്നു. ഇത് റസൂലിനുള്ള പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്നാണല്ലോ മുജാഹിദ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കുമ്പോ യാ റസൂലല്ലാഹി ഖുദ് ബിയദി എന്ന് പറഞ്ഞ് ആരംഭ റസൂലിനെ നമ്മൾ വിളിക്കുമ്പോ നമ്മൾ ആരെങ്കിലും അള്ളാന്റെ റസൂൽ ദൈവമാണെന്ന് വിശ്വസിക്കാറുണ്ടോ? നിങ്ങൾ പറയും. നമ്മൾ ഉള്ളത് പറയാം, നമ്മൾ ഒരാളെ ബോധിപ്പിക്കാൻ പറയില്ല, എല്ലാം ഉള്ളതുപോലെ പറയാം. അള്ളാന്റെ റസൂൽ ദൈവമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ? ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാറുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കാറുണ്ടോ? ദിവ്യത്വമുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് മുഹയ്യദ്ദീൻ ശേഖിനെ വിളിക്കുമ്പോ നമ്മൾ ആരെങ്കിലും മുഹയ്യദ്ദീൻ ശേഖ് ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്ന, നമ്മൾ തേടുന്ന, നമ്മൾ വിളിക്കുന്ന ഈ ഇസ്തിഗാസ, ഈ സഹായ തേട്ടം അവർക്കുള്ള ആരാധനയാവുന്നത്? അതൊരിക്കലും ആവുകയില്ല എന്ന് പറയുന്നത് ആരാ? മുജാഹിദിന്റെ മുഖപത്രം അൽമനാറാണ്. അൽമനാർ പച്ചയായി ഈ കാര്യം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആഗോളം നിന്ദിക്കുവാൻ ശ്രമിക്കുന്ന വഹാബികൾ ഒടുവിൽ അള്ളാഹുവിന്റെ റസൂലിനെ ദജ്ജാലിനോട് ഉപമിച്ചപ്പോൾ പ്രവാചക സ്നേഹികളുടെ പ്രതികരണം സഹിക്കാതെ വന്ന മൗലവി ആ ക്ലിപ്പിനിടയിൽ നിന്നോ അരമിനിട്ട് ഒഴിവാക്കിയാണ് സുന്നികൾ പ്രദർശിപ്പിക്കുന്നതെന്ന പച്ചക്കള്ളം തട്ടിവിടുന്നതാണ് നിങ്ങളിനി കേൾക്കുന്നത്. അവർ ചെയ്യുന്ന ചെയ്തി എന്താണ് എന്നോ കേവിയർ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിന് ഒരു 3-3.5 മിനിറ്റുള്ള ഒരു പ്രസംഗം, ആ 3.5 മിനിറ്റിൽ നിന്ന് ആദ്യത്തെ 1 മിനിറ്റോളം അവരങ്ങ് ഒഴിവാക്കി. പിന്നെയുള്ള ഒരു 1/4 മിനിറ്റ് അതെടുത്തു, പിന്നെയുള്ള ഒരു 1/2 മിനിറ്റ് ഒഴിവാക്കി, പിന്നെയുള്ള 1 മിനിറ്റ് എടുത്തു. എന്നിട്ട് ഈ ഇടയ്ക്കുള്ള കഷ്ണം ഒഴിവാക്കിയിട്ട് മറ്റു 2 കഷ്ണങ്ങളും കൂടെ ഒന്നാക്കി ചേർത്ത് ഒറ്റ കഷ്ണമാക്കി ഒറ്റ ക്ലിപ്പിട്ട് അവർ നാടിൽ നിന്ന് പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം. എവിടെയാണ് മൗലവി സുന്നികൾ നടുവിൽ നിന്ന് 1/2 മിനിറ്റ് കട്ട് ചെയ്തോ പ്രദർശിപ്പിച്ചതോ ഒന്ന് കാണിക്കുമോ? ക്ലിപ്പിന്റെ കാലാണ്, നീ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? മുസ്ലിം ലോകം ഈ പാതിരിവർഗത്തെ വിടാതെ കൂടിയപ്പോൾ ഗതിയില്ലാതെ വന്ന മൗലവിമാർ പുതിയ അടവ് പയറ്റി സാധുക്കളായ മുജാഹിദ് പ്രവർത്തകരെ സമാധാനിപ്പിക്കുന്നത് കാണൂ. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് മുജാഹിദികളോട്, എന്റെ ക്ലിപ്പിംഗ് ആയിരിക്കും സുന്നികൾ കൂടുതൽ ഇടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ പ്രസംഗത്തിന്റെ 1 മിനിറ്റ് അപ്പുറവും 1 മിനിറ്റ് ഇപ്പുറവും ഇടാൻ ധൈര്യമുള്ള ഒരൊറ്റ പണ്ഡിതൻ സമസ്തയിലുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആണായി പിറന്ന ഒരുത്തൻ നട്ടലുള്ള 1 മിനിറ്റ് അപ്പുറം എന്റെ കേസറ്റ് കേൾപ്പിക്കുന്നതിന്റെ 1 മിനിറ്റ് അപ്പുറവും 1 മിനിറ്റ് ഇപ്പുറവും കേട്ട് അവരെ കാറ്റുപോകും. ഞാൻ എന്താ പറയുന്നത്, എന്താ വിശദീകരിക്കുന്നത്, എന്താ പഠിപ്പിക്കുന്നത്? മാത്രമല്ല ഈ കേസ് 2.5 മണിക്കൂറുള്ള ഒരു പ്രസംഗത്തിൽ നിന്നാണല്ലോ 1 മിനിറ്റ് പോട്ടെ, 1 മിനിറ്റ് 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 2.5 സെക്കൻഡ് ഒക്കെ ഇടുന്നത്. ഒരു നാട്ടിലൊരാൾ മൈക്കെട്ടിയിട്ട് 2.5 സെക്കൻഡ് വയലേതായാലും പറയില്ലല്ലോ. 2.5 മണിക്കൂർ പ്രസംഗിച്ച ഒരു പ്രസംഗത്തെയാണ് ഇത്ര നികിഷ്ടമായി കട്ട് ചെയ്ത് കളിപ്പിക്കുന്നത്. ഒരൊറ്റ ക്ലിപ്പിംഗും സത്യസന്ധമല്ല. എന്റെ ക്ലിപ്പിംഗ് ഇട്ടത് ഒരെണ്ണം പോലും ഞാൻ ആ പറഞ്ഞതുമായോ നിങ്ങൾ ധരിച്ചതുമായോ അതിന് ബന്ധമില്ല, ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് എന്ത് വേണം? ഓരോ നാട്ടിലും ഞാൻ പ്രസംഗിച്ചത് പൂർണ്ണമായിട്ട് കേട്ട സമസ്തക്കാർക്കും ഇല്ല പരാതി, ബാക്കിയുള്ളവർക്കില്ല. കാസർഗോഡ് നടത്തിയ ഒരു പ്രസംഗം ഇവിടെ കൊണ്ടുവന്നിട്ട് അരവാക്ക്, അതാണ് ഒന്ന് ഇവിടെ ഇട്ട കേസറ്റിൽ ഒന്ന്, അത് കേൾപ്പിക്കാം. അതിനപ്പുറം ഞാൻ അതിന് വിപരീതം പറഞ്ഞു. ഏത്? ഞാൻ കള്ളു കുടിച്ചു
എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു നിർത്തി എന്ന് ഭാസ്കരൻ പറയുന്നു എന്നതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ എന്റെ കേസറ്റ് ഞാൻ കള്ളു കുടിച്ചു. കണ്ടോ, താൽശ്ശേരി പറഞ്ഞു കേട്ടോ, അയാൾ കള്ളു കുടിച്ചു. ഇതാണ് സഖാബിമാര്. ഭയങ്കര നിങ്ങളെ ചർമ്മ സൗഭാഗ്യ അപാരാണ്. കണ്ടാമൃഗം പോലും തോറ്റുപോകും. കണ്ടാമൃഗം പോലും നിങ്ങളോട് തോറ്റുപോകും. അത്ഭുതകരമാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇനി ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു മിനിറ്റ് എന്റെ കേസെത്താം. അതിനത് കേൾക്കണമെങ്കിൽ ഈ ഇടുന്ന സാധനങ്ങൾ ഇത് കേൾക്കണ്ടേ? മർക്കസ് സക്കാബസ് ഇങ്ങനെ ഇതിനു വേണ്ടി ഇരുന്നിട്ട് ശമ്പളം കൊടുത്ത് ഒരു കൂട്ടരെ ഇറക്കി കൊടുക്കുന്ന അത് ഏത് കേസറ്റിലാന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കേണ്ടി. നിങ്ങൾ മുജാഹിദ് ബാലിശ്ശേരി അടുത്ത കേസറ്റിന്റെ പേരൊന്ന് പറയാമോ? എന്നറിയും. അതെന്നെ. കാരണം ഇതിങ്ങനെ ആക്കിയിട്ട് പൈസക്ക് ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തി ഓലിങ്ങനെ 35-45 തന്നെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതിട്ട് അപ്പുറം ഇപ്പുറം കേൾപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. അതിന് കഴിഞ്ഞു വേറെ ഒന്നുമില്ല. അതില് വേറെ ഒന്നുമില്ല. ഇതില് വേറെ ഒരു കാര്യം അതിന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നത് പ്രസംഗിക്കുന്ന ഉസ്താദിന് വെറുതെ ഒരു കുറിപ്പ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഇട്ട മുജാഹിദ് വാച്ചിന്റെ ക്ലിപ്പിംഗ് ഏത് കേസറ്റിലാണ് അതിന്റെ പേരൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. അപ്പൊ കാണങ്ങൾക്ക് ഉസ്താദിന്റെ ഒരു വീര്യവും വിപ്ലവവും അറിവും കഴിവും തന്നെ. ഇത് കേട്ടു വഞ്ചിതരായ വഹാബികൾ സമുന്നതരായ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാനിറങ്ങുകയും ഒടുവിൽ പരിഹാസ്യരായി മടങ്ങിപ്പോകേണ്ടി വരികയും ചെയ്തതോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ജനങ്ങളെ വികാരം കൊള്ളിച്ച ഒരു ക്ലിപ്പിംഗ് ഇവിടെ ഉസ്താദ് കാണിച്ചിരുന്നു. രണ്ടാമത്തെ ഫസ്റ്റ് റഫീഖ് ഹസനിയുടെ ഓർമ്മ, രണ്ടാമത്തെ ക്ലിപ്പിംഗ്. ആ ക്ലിപ്പിങ്ങിന്റെ അപ്പുറവും ഇപ്പുറവും ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാനത് കാണിച്ചാൽ ആ ആശയത്തിൽ നിന്ന് മുജാഹിദുകളുടെ ഈ പിഴച്ച ആശയത്തിൽ നിന്ന് ഞാൻ രാജിവെക്കും എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ദൈവമേ രക്ഷിക്കണേ, മുഹിയുദ്ദീൻ ഷഹിയെ രക്ഷിക്കണേ എന്ന വാദമാണ് അവിടെ സംസാരിക്കുന്നത്. ക്ലിപ്പിങ്ങിന്റെ അപ്പുറവും ഇപ്പുറവും കാണിക്കാവോ? എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ കാണിച്ചു തന്നാൽ മുജാഹിദുകൾക്ക് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയെന്നും ഞാൻ അതിൽ നിന്ന് പരിപൂർണമായി രാജിവെച്ച് ഈ ആശയത്തിൽ നിന്ന് ഞാൻ പരിപൂർണമായി മുക്തനായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അംഗീകരിക്കുമെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഇതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കും. സാധനമുണ്ട്, കാണിക്കും. ഞാനെന്റെ ഉസ്താദിനൊക്കെ ചോദിച്ചത്. അതെ, ഉസ്താദിന് മറുപടി പറയണ്ട്. അതെ, എന്താണ് മറുപടി? ഇപ്പൊ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ ഉസ്താദ്. എന്താ ഇങ്ങനെ ഈ ജനങ്ങളെല്ലാം ഉസ്താദിന്റെ മറുപടി കാത്തിരിക്കുകയാണ്. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തെങ്ങനെയെന്ന്. കാരണം ഞാനൊരു വിഷയം കാണിക്കുന്നതിന് മുമ്പ് ഒരു കരാറ് വെക്കല്ലേ? ഏതൊരു വിഷയത്തിലും ഇപ്പൊ സംവാദം അത് കയറി നടത്തല, വ്യവസ്ഥ എഴുതിയിട്ടല്ലേ നടത്തല്. അപ്പൊ അതിന് പറയാണ് എന്തെങ്ങനെ കായക്കൊടി ചോദിക്കുക, എന്തങ്ങനെ വ്യവസ്ഥക്ക് അതെങ്ങനെ സംവാദം നടത്താൻ പറ്റുമോ? ഒരു വിഷയം ഞാൻ പറയുമ്പോ നിങ്ങൾ ചോദിക്കാണ് ഇങ്ങനെ ബാലേട്ടൻ ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ സ്വീകരിച്ച മുജാഹിദ് ബാലുശ്ശേരി പറയുമ്പോ അതിന്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ കേൾപ്പിച്ചു തരാം. എങ്കിലും നിങ്ങൾ ഈ ആശയത്തിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാണോ എന്നാ ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് കടക്കുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്നല്ല. ഞാനത് നേരത്തെ വിശദീകരിച്ചു. മുജാഹിദുകളുടെ മതപ്രകാരം അവർ പറയുന്നത് ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ എന്ന അമുസ്ലിം പറഞ്ഞാൽ അയാൾ മുസ്ലിമാണെന്നാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് വരാനുള്ള മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണോ? അല്ലേ? അതേസമയം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിൽ ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കലാണോ? അല്ലേ? ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്നും മനസ്സിൽ ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കലാണ് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്നതിന്റെ ആദ്യ മാനദണ്ഡം. അതേസമയം മുജാഹിദ് നേതാവ് പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണ്. ഇതിലേതാണ് ശരി? ഞങ്ങൾ പറയുന്ന ക്ലിപ്പിന്റെ അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ കേൾപ്പിച്ചു തരാം. ആ ആദർശത്തിൽ നിന്ന് ഞങ്ങൾ മുജാഹിദുകളോട് വിട പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ആശയം സ്വീകരിക്കുന്ന സുന്നികളോടൊപ്പം ഞങ്ങൾ ഈ വിഷയത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അല്ലേ? യെസ് ഓർ നോ? ആണെങ്കിൽ ആണെന്ന് പറയൂ, അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ. എന്നിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണ് നിങ്ങൾ ഈ വിഷയത്തിൽ മടിക്കുന്നത്? കൊടുക്കുമോനെ മൈക്ക്. നമ്മൾ വിഷയത്തിൽ നിന്ന് അകന്നുള്ളൂ സാർ. തീർച്ചയായും അകലുന്നില്ല. അകന്നു പോകുന്നുണ്ട്. നിങ്ങൾ അകലുന്നുണ്ടെങ്കിൽ ഞാൻ അറിയില്ല.
വ്യവസ്ഥ വെച്ചിട്ടുള്ള സംസാരത്തിലല്ലേ നമ്മളിവിടെ വന്നത്. അല്ല, ചോദ്യം ചോദിക്കുന്നത് ഞാനാണ്. അതെ, മറുപടി ഞാനാണ്. ഉസ്താദ് ചോദിക്കുന്നത് തിരിച്ചു ചോദിക്കാനിപ്പാ. എന്തോ ഒരു കഷ്ടായിപ്പോയി. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? മുഖാമുഖം എന്നല്ലേ പറഞ്ഞത്, ഫേസ് ടു ഫേസ് എന്നാണ് പറഞ്ഞത്. ചോദ്യം അങ്ങോട്ടും വരാം ഇങ്ങോട്ടും വരാം, മറുപടി അങ്ങോട്ടും വരാം ഇങ്ങോട്ടും വരാം അല്ലേ? മറുപടി പറയൂ ഉസ്താദ്, എന്നിട്ട് നമുക്ക് ചോദിക്കാം. ആ മറുപടിക്കാണ് ഞാൻ പറഞ്ഞത് കാണിച്ചു തരാം, തരില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാണിച്ചു തരാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതിന്റെ മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാനിത് കാണിച്ചു തന്നാൽ മുജാഹിദിന്റെ ഈ ആശയം വിട്ട് സുന്നികളായ നിങ്ങൾ പറയുന്ന റസൂലുള്ളാന്റെ ആദർശത്തിലേക്ക് നിങ്ങളോടൊപ്പം വരാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വിഷയത്തിൽ നിന്ന് മുജാഹിദുകളോട് വിട പറയാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയുമോ ഇല്ലയോ? എന്താണ് ഇതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് പേടി? നിങ്ങൾക്ക് മടി വരുന്നുണ്ടല്ലേ? നിങ്ങളുടെ നേതാക്കൾ പറയുന്നത് അബദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടല്ലേ? നേതാവ് പറയുന്നത് 100% ശരിയാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞുകൂടെ ധൈര്യമായി? പക്ഷെ നിങ്ങൾ പറയാൻ മടിക്കുന്നു. എന്തുകൊണ്ട്? നേതാക്കൾക്ക് തന്നെ അപകടം പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ? അത് ഞങ്ങൾ സദസ്സിനെ ബോധ്യപ്പെടുത്തട്ടെ. നിങ്ങളൊന്ന് പറയൂ, ആണെങ്കിൽ ആണെന്ന് പറയൂ, അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ. ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. മാറാൻ വന്നവരല്ലല്ലോ ഞങ്ങള്. നേരത്തെ ഏലംകുളം സഖാഫി പറഞ്ഞില്ലേ, പെർമിറ്റ് കഴിഞ്ഞാലും ഞങ്ങളിവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി ഇനി എവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ നന്നാകണം എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്, വെടക്കാകണം എന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നേതാവിന്റെ പ്രഭാഷണത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ നേതാവ് പറയുന്ന ഈ വിവരക്കേടിൽ നിന്ന് രാജിവെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ആശയം പറയുന്ന സുന്നികളായ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ഒക്കുമോ ഇല്ലയോ? ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഇൻഷാ അള്ളാഹ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരും. ഒരു ഡൗട്ട്, ഞാനൊരു നിഷ്പക്ഷവാദിയാണ്. ഈ ഇരിക്കണ ഇത്ര ആൾക്കാർക്ക് ഇത് അറിഞ്ഞാൽ കൊള്ളാന്നുള്ള വിഷയമുണ്ട്. ഇതിനകത്ത് വെല്ലുവിളിയുടെ അല്ലെങ്കിൽ ഒരാളെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പൊ ഞാൻ മുജാഹിദ് പക്ഷക്കാരനാണെന്ന് തന്നെ ഇരിക്കട്ടെ, എനിക്ക് അങ്ങോട്ട് വരാൻ സൗകര്യമില്ല. ഉസ്താദിനെ കാണിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വാസി വൈരാഗ്യമൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാന്നല്ലേ പറയുന്നത്. നിഷ്പക്ഷനാണ് എന്ന് നിങ്ങൾ പറയുന്നത് സാധാരണക്കാരെ കൺഫ്യൂഷൻ ആക്കാനാണ്. അത് ഞങ്ങൾക്ക് തിരിയും. അതെ, ഞാൻ പറയുന്നു പ്രിയപ്പെട്ട എന്റെ പിതാവിന്റെ പ്രായമുണ്ടെന്ന് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളെ ആദരിക്കുന്നു, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞോ? മുജാഹിദിന്റെ മോനെ നേരത്തെ ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്, എന്നിട്ട് നിങ്ങളുടെ വീക്ഷണം പറയും. അതാ ക്ലിപ്പ് കാണും വേണ്ടാന്നാ പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം കാണിക്കും, ഞങ്ങൾ കാണിക്കാനല്ലേ കൊണ്ടുവന്നത്, ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ ചോദിച്ചതിന് പാവപ്പെട്ട സുഹൃത്തിന് മറുപടിയില്ല. നിങ്ങൾ നോക്കണം, ഇത് മുജാഹിദുകളുടെ ഒരു നാടകീയ കളിയാണ്. സ്വന്തം നേതാവിന്റെ വിവരക്കേട് പോലും സമ്മതിക്കാൻ സ്വന്തം അണികൾക്ക് സാധ്യമല്ലാത്ത വിധം അത്രയും വലിയ അപകടങ്ങൾ പറയുന്ന ഒരവസ്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളിൽ സംജാതമായപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അണികൾക്ക് പോലും ആ വിവരക്കേടിനെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ഗതികേട് വരുന്നു. ഇനി ഞാൻ പറയുന്നു, ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ക്ലിപ്പ് കാണിച്ചു തരാം. കാണിച്ചു തരില്ല എന്ന് ഞാൻ പറയുമ്പോഴല്ലേ ഈ വിഷയത്തിൽ എതിർപ്പ് വരുന്നത്, വിദേശം വരുന്നത്. ഞാൻ നാടകീയം കളിച്ചു എന്നൊക്കെ പറയേണ്ടി വരില്ല. എപ്പോഴാണ് കാണിച്ചു തരില്ല, സൗകര്യമില്ല എന്ന് ഞാൻ പറയുമ്പോഴല്ലേ ഞാൻ കാണിച്ചു തരാൻ തന്നെ പറയുന്നത്. പക്ഷേ ഈ ആദർശത്തിൽ നിന്ന് ഞങ്ങൾ മുജാഹിദുകളോട് സലാം ചൊല്ലി, എന്നിട്ട് ഈ ആശയത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ പറയുമോ ഇല്ലേ? എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് സൗകര്യമില്ല കാണിച്ചു തരാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരും, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്, നേതാക്കൾ പറയുന്നത് പോലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ടാ യെസ് ഓർ നോ രണ്ടാലൊരു മറുപടി പറയൂന്ന് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ നിഷ്പക്ഷമായി എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമല്ല. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾ പറയേണ്ടത് എന്താണ്? മുജാഹിദ് പറഞ്ഞ ഒരു അപകടം നമ്മൾ കാണിച്ചപ്പോ ഒരാൾ ചോദിക്കാണ്, അതിന്റെ അപ്പുറം ഇപ്പുറം കേൾപ്പിക്കാൻ സാധ്യമാണോ? അപ്പൊ നമ്മൾ പറയാണ് അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ
ആ ഒരാശയം വലിച്ചെറിഞ്ഞ് സുന്നികളോടൊപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുന്നതല്ലേ നിഷ്പക്ഷമാന്റെ ചോദ്യമാകേണ്ടത്? ഞാനതല്ലേ പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല, കാണിച്ചു തരില്ല എന്നും പറഞ്ഞിട്ടില്ല, അതിന് സൗകര്യമില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാണിച്ചു തരാം, അതുമായിട്ടാ ഞങ്ങൾ വന്നത്. പക്ഷേ കാണിച്ചു തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫലം വേണം. നിങ്ങൾ കേടുവരണമെന്ന് ഉദ്ദേശിക്കുന്നവരല്ല, നിങ്ങൾ നന്നാകണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരുമ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പക്ഷം നിങ്ങളത് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തിൽ സുന്നികളോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ അല്ലേ? ആണോ അല്ലേ? ഇതല്ലേ ഞാൻ ചോദിച്ചത്. അതിന് യെസ് ഓർ നോ രണ്ടാലൊരു മറുപടി പറയൂ നിങ്ങൾ. എങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരിക തന്നെ ചെയ്യും. ഞങ്ങൾ പറഞ്ഞത് ഉസ്താദിന് ഇപ്പൊ ആശയക്കാരനാന്ന് കൂട്ടിയാൽ പോലും ഞങ്ങൾ അതിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറല്ല. കാണിക്കാൻ പറ്റുമോ? കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ മുജാഹിദുകൾക്ക് അവർക്ക് ഒന്നുകൂടെ ഉറപ്പുവരുത്താണ് അവര് എന്നാണ് ഇപ്പൊ നമുക്ക് തിരിഞ്ഞ സ്ഥിതിക്ക്. ഇൻഷാ അല്ലാഹ് മോനെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. കണ്ടോ? ആദ്യം നിങ്ങൾ പോകരുത്, കേൾക്കണം. അഭിപ്രായം പറയട്ടെ. ഹലോ, പ്രിയമുള്ളവരെ, ഇവിടെ കുറച്ചധികം നേരമായി ഇങ്ങനെ നടക്കുന്നു. മുജാഹിദ് വിഭാഗം ഇത് കാണിച്ചാൽ അതിൽ നിന്നും പിന്മാറുമോ ഇല്ലയോ എന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ അവർ ഒന്നും പറയുന്നില്ല. ഉസ്താദ് കാണിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അവർ അത് കാണിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ദയവ് ചെയ്ത് ഉസ്താദ് കാണിക്കണ്ട. കാരണം അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. വെറുതെ സമയം കളയുകയാണ് അവർ സമയം കളയുകയാണ്. നമ്മൾ കാണിക്കും, ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിക്കും. പക്ഷേ അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ ഒന്നുകിൽ അവർ മുജാഹിദിന് രാജിവെച്ച് അന്യമതം സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരണം. അതാണ് നിഷ്പക്ഷമായി പറയുന്നവരുടെ മറുപടി. ഇതിനാണ് നിഷ്പക്ഷം എന്ന് പറയുന്നത്. അതല്ലാതെ മുജാഹിദുകൾക്ക് ചൂട്ടുപിടിച്ച് സംസാരിക്കുക എന്നതിന് നിഷ്പക്ഷം എന്ന് പേര് വെച്ചാൽ പഞ്ചസാര ചാക്കിന് സിമന്റ് എന്ന് എഴുതി വെച്ചതുപോലെയാകും. സഹോദരന്മാരെ, ഇവിടെയാണ് ന്യായം. അന്യായവും ന്യായവും തിരിയാത്തവരല്ലല്ലോ നമ്മള്. മൃഗത്തെക്കാൾ അതപ്പതിച്ചവരല്ലല്ലോ നമ്മള്. വിവേകമുള്ളവരാണ്. ഞാൻ ആദ്യം കേൾപ്പിച്ച ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. എന്നതിനു ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ പൂർണ്ണഭാഗം കേൾപ്പിച്ചു തരാം. ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നിങ്ങൾ ആദ്യം കേൾക്കുക. എന്താ പറയുന്നത്? കേൾക്കണം നിങ്ങൾ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമേ. നോക്കണം നിങ്ങൾ, ഗൗരവമുള്ള തെറ്റല്ലേ ഇത്? ബാലേട്ടൻ മുസ്ലിമല്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ബാലേട്ടനും പറയും ഞാൻ അമുസ്ലിമാണ്, ഞാൻ ഹിന്ദു മതക്കാരനാണ്. അഭിമാനത്തിൽ പറയും അവിടെ തീവ്രവാദമില്ല, വർഗീയതയില്ല. പക്ഷേ മുജാഹിദിന്റെ നേതാവ്, പ്രസ്ഥാനത്തിന്റെ പേര് തന്നെയുള്ള നേതാവ്, അയാൾ പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അടിസ്ഥാനത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം പറ്റിപ്പോയി. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മാനദണ്ഡം മുജാഹിദുകൾക്ക് അറിയാതെ പോയി. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ കാരണങ്ങൾ എന്തെന്നറിയാതെ മുജാഹിദുകൾ വട്ടം തിരിയേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഷഹാദത്ത് കലിമ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നേതാവ് മുജാഹിദിന്റെ പണ്ഡിതം പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണ്. ആദ്യം നിങ്ങൾ അതൊന്ന് കേൾക്കുക. അതുകൊണ്ടല്ലേ നമ്മളെ മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വന്നത്, അതുകൊണ്ടല്ലേ നമ്മളെ കൊല്ലണം എന്ന് പറഞ്ഞത്. ആദ്യം നിങ്ങൾ അത് കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ തീർത്ത് കേൾപ്പിച്ചു. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഇതാണ് നേരത്തെ ഇട്ട ക്ലിപ്പ്. ഇനി അതിന്റെ പരിപൂർണമായ ക്ലിപ്പ് ഇടാണ്. ആ ചോദ്യം ചോദിച്ച ആളുകൾ കേട്ടോളി ഫുള്ളാണ്. അതിന്റെ അപ്പുറം ഇടാൻ പറഞ്ഞ ആളുകൾ ശരിക്കും ശ്രദ്ധിക്കാം. പണ്ട് കാലത്ത് പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദം കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്.
തൊട്ടപ്പുറത്തുനിന്നാരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നത് കാഫറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹു നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹീദ്ദീൻ ശൈഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്, കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ സഹോദരന്മാരെ, പണ്ട് കാലത്ത് ശരിക്കും കേട്ടപ്പങ്ങള് ശരിക്കും കേട്ടില്ലേ? പണ്ട് കാലത്ത് നമ്മൾ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ദൈവമേ രക്ഷിക്കണേ എന്നൊരു വീട്ടിൽ നിന്ന് കേൾക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കും അത് ഹിന്ദുവിന്റെ വീടാണ്. കാരണം മുസ്ലിങ്ങൾ അള്ളാഹുവേ എന്നാണ് പറയല്. അപ്പോ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അത് കാഫിറിന്റെ വീടാണെന്ന് നമ്മൾ പറയും. എന്നാലോ ചില വീടുകളിൽ കേൾക്കും മുഹയ്യദ്ദീൻ ശൈഖ് രക്ഷിക്കണേ, അത് മുസ്ലിമിന്റെ വീടാണ് എന്ന് നമ്മൾ പറയും. കാരണം മഹാന്മാരോട് സഹായം ചോദിക്കൽ മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യും, മഹാന്മാരോട് അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാൻ അവരോട് സഹായം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് മുസ്ലിമീങ്ങളുടെ വീടാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് മൂപ്പര് പറയുന്നു, യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. ഇതാണ് ഞാൻ ചോദിച്ചത്. മുമ്പ് സക്കരിയ സലാഹി സംവാദത്തിൽ പറഞ്ഞത് നിങ്ങൾ മറന്നോ? അപ്പുറം ഇപ്പുറം വായിച്ചില്ലാന്ന് എന്നതുകൊണ്ട് നടുത്തത് ഇല്ലാതാവോ എന്ന് യോജിച്ച പോലെ എനിക്കിവിടെ പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണ്. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ബാലേട്ടൻ എന്ന് പേര് പറഞ്ഞതുകൊണ്ട് തന്നെ അയാൾ ഹിന്ദു മതക്കാരനാണെന്ന കാര്യം ഉറപ്പാണല്ലോ. അയാൾ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ മുസ്ലിമാണൊന്നുമല്ല പറഞ്ഞത്, യഥാർത്ഥ മുസ്ലിമാണ് എന്നാ പറഞ്ഞത്. ഇവിടെയാണ് എന്റെ ചോദ്യം. അതല്ലേ മൗലവി പറയുന്നതും അബദ്ധാണ് എന്ന് പ്രവർത്തകർക്ക് തോന്നിയത്? മറുപടി പറയാതെ അവര് രക്ഷപ്പെട്ടത്, ഒരു നിഷ്പക്ഷമായി പറയാൻ ഒരാളെ കൂട്ടുപിടിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണോ അല്ലേ? മുജാഹിദ് പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിമാണ്. അള്ളാന്റെ റസൂല് പറയുന്നു അങ്ങനെ പറഞ്ഞാ പോരാ. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മതക്കാരും മുസ്ലിമീങ്ങളാന്ന് പറയണ്ടേ? അതല്ലേ ഞാൻ നേരത്തെ വിശദീകരിക്കുമ്പോ പറഞ്ഞത്. എല്ലാ മതക്കാരും എപ്പോഴെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്നവരല്ലേ? അതുകൊണ്ട് എല്ലാ മതക്കാരും മുസ്ലിമീങ്ങളാന്ന് പറയാൻ പറ്റുമോ? അത് പറഞ്ഞാൽ മറ്റു മതക്കാരത് അംഗീകരിക്കുമോ? അത് മുസ്ലിമീങ്ങളുടെ ആദർശമാണോ? അള്ളാന്റെ റസൂൽ പറയുന്ന അങ്ങനെയല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാന്റെ സമീപത്ത് വന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൻതശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണെന്നല്ല റസൂലുള്ള പറഞ്ഞത്. പിന്നെയോ അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനായി ഒരാളും തന്നെ ഇല്ലെന്നും അല്ലാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ പ്രഥമവുമായ കാര്യമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മുജാഹിദ് മതത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞ മുസ്ലിമാണെന്ന് പറയുന്നു. സുന്നികൾ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിച്ചാലേ മുസ്ലിമാകൂ എന്ന് റസൂലുള്ള പറയുന്നതും അത് പിൻപറ്റുന്ന സുന്നികളും പറയുന്നത്. എന്നാൽ ഈ ആശയത്തിൽ നിന്ന് മുജാഹിദുകളുടെ പൊട്ടൻ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂലുള്ളാന്റെ ആദർശം സ്വീകരിക്കുന്ന സുന്നികളോടൊപ്പം ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണെന്ന് മൗലവി പറയൂലേന്ന് ചോദിച്ചിട്ട് അയാള് മിണ്ടിയില്ല. പലതവണ ചോദിച്ചിട്ടും മിണ്ടിയില്ല. അങ്ങനെയായപ്പോ അയാൾക്ക് തോന്നി ഇത് കുടുങ്ങിയപ്പം വേറെ ചില ആളുകൾ നിഷ്പക്ഷമായി പറയാൻ ഒരാളെ വിട്ട് കലക്കി എന്നല്ലാതെ ഇതിന് മറുപടിയായോ സഹോദരന്മാരെ? ഇതിങ്ങോട്ട് പറയും ആരാ പറയാ? ബഹുമാനപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, പല കാലങ്ങളായിട്ട് ഈ പഞ്ചായത്ത് ജംഗ്ഷനിലേക്ക് സ്റ്റേജ് കെട്ടി അവര് കെട്ടും ഇവര് കെട്ടും, അങ്ങനെ ഒരുപാട് കെട്ടുണ്ട്. ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്, നിങ്ങൾ പറഞ്ഞ ക്ലിപ്പ് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൃത്യമായിട്ട് ക്ലിപ്പ് കണ്ട്
തിരിച്ചൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ദയവേത് ധൈര്യമുണ്ട്, കടന്നുവരാ. അല്ല, നേരത്തെ ആ ക്ലിപ്പ് കാണിച്ചാ പ്രതികരിക്കാന്ന് ആ സുഹൃത്ത് പറഞ്ഞിരുന്നു. അതില്ല, ഇവിടെ എടുത്തില്ലേ? എന്നാ പറയും. അവസാനമായി വഹാബികളുടെ ഏറ്റവും പുതിയ അല്പം തെറികൾ കൂടി കേൾക്കൂ. പാറ്റക്കഴിങ്ങനെ ആട്ടം പിടിച്ചില്ലോ, ഒരു മുലമാരിങ്ങനെ ആടുക. കഴിഞ്ഞു കണ്ടിട്ടില്ല നിങ്ങള്? എങ്ങനെ നീണ്ടു പോയിട്ട് ആട്ടം പിടിച്ചാണ്ട് ആട്ടം എന്നമാതിരി ആടിയിട്ടാണ് ഈ മുസ്ലിയാരിൽ നിന്ന് അലറുന്നത്. കൂടെയതാ കുറെ ചോറ്റുപട്ടാളവും സ്റ്റേജിൽ തന്നെ ഇരുന്നിട്ട് അലറുന്നു. ഇവര് ദിക്റ് കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഓടിപ്പോകും. കാരണം അയച്ചെങ്കിൽ ഇവരെ കാണാൻ ബുദ്ധിയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഉലായിക്കല്ല അന്നാം, ഒരു നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞാൽ ഇതിന് വിഷമാവും വിചാരിച്ച് ബൽഹും അവല്, അതിനേക്കാൾ മോശാണ്. ഇവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട്. ആ മുസ്ലിയാക്കന്മാരോടാ പറയുന്നത്. ആ മുസ്ലിയാക്കന്മാരെ കൊണ്ടു നടക്കുന്നവരോടാ ചോദിക്കാനുള്ളത്. ഈ പുരോഹിത പാതിരിമാര് നാളെ റബ്ബിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഔദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോ പുന്നാര റസൂല് പറയും അവരോട്, സുഹഖൻ സുഹഖൻ സുഹഖാ, ഗോബേക്ക് പുറത്തേക്ക് പോടാ, മാറിപ്പോടാ എന്ന് ഇത്തരത്തിലുള്ള തങ്ങന്മാരോട് പറയും. ഈ മുസ്ലിയാക്കന്മാരോട് പറയും. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന പേരല്ല കൂട്ടരെ നല്ലത്, സമ്പത്ത് ജമാഅത്ത്. നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ എവിടുന്നാ കിതാബോധിയത്? എന്താണ് സഖാഫിയുടെ കൂട്ടത്തിലുണ്ട് പേട്, ഒക്കപ്പേടാ. എപി വർഗം മാത്രം കേരളത്തിലെ ജനങ്ങളെയൊക്കെ ഒരുമിപ്പിക്കാനുള്ള കേരള യാത്രയെപ്പറ്റി ഒരു ഫലിത ബോർഡ് കണ്ടു. എന്താണ് ഇയാളുടെ യാത്ര കാണുമ്പോൾ ഓർമ്മ വരുന്നത്? വനത്തിലെ ചന്ദനങ്ങളും മരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി വീരപ്പന്റെ വനസംരക്ഷണ യാത്ര. തന്നെ ചീത്ത പറഞ്ഞാലും എത്ര തന്നെ തെറി പറഞ്ഞാലും നമ്മക്ക് സുന്നത്ത് ജമാഅത്ത് വിവരിക്കാതെ നിർവാഹമില്ല. സുന്നത്ത് ജമാഅത്ത് മുറുക്കം പിടിക്കാതെ നിർവാഹമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമാണ്. ആ റസൂലുള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാതെ വിജയമില്ല. അതുകൊണ്ടാണ് ഇമാം ബൂസിരി തങ്ങൾ ചൊല്ലിയത്, യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ഹബീബി വലൻ യദിഖ റസൂലല്ലാഹി ജാഉക ബി ഇദൽ കരീബു തജൽ ലാബിസ്മി മുൻതഖീമി. ദുനിയാവിലും ആഖിറത്തിലും റസൂലുള്ളാഹിന്റെ സഹായം വേണം. അത് തേടിയവരാണ് ഇമാമിങ്ങൾ, അത് തേടിയവരാണ് ഔലിയാക്കൾ, അത് തേടിയവരാ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, അശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു وأنك مأمون على كل غائب. അള്ളയല്ലാതെ റബ്ബില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നബിയേ, തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയാം. മറഞ്ഞ കാര്യത്തിൽ അവിടുന്ന് വിശ്വസിക്കപ്പെടുന്ന ആളാണ് നബിയേ. ഫകുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി ബിമുദിൻ ഫതീലൻ സവഅദി ബിനി ഖാരിബി. തങ്ങളെനിക്ക് ശഫാഅത്ത് ചെയ്യണേ നബിയേ. സഹാബിയായ സവാദ് ബിനു ഖാരിബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയില്ലേ, സർവ്വ സഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ?
അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയ ഓ മുജാഹിദ് സുഹൃത്തുക്കളെ, ഞങ്ങൾ സത്യസന്ധമായി ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്കിതാ ഖുർആനിലെ ആയത്തോതി തരുന്നു, ഹദീസ് വിവരിച്ചു തരുന്നു. നിങ്ങളെ മൗലവിമാർ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞത് അക്കമിട്ട് നിരത്തി നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്ന മൗലവിമാരെ വിശ്വസിച്ച് നരകത്തിലെത്തിയിട്ട് കൈകടിക്കല്ലേ മുജാഹിദേ, കൈകടിക്കല്ലേ മുജാഹിദേ. മുജാഹിദ് മൗലവിന്റെ സീഡ് കേട്ട് ഈമാൻ തെറ്റിക്കല്ലേ ഉമ്മമാരെ. ഹൽ അതാക ഹദീസുൽ വാസിയ വജൂഹുൻ യൗമൈദിൻ ഖാസിയ അമിലത്തുൻ നാസിബ തസ്ലാ നാറുൻ ഹാമിയ തുസ്ഖാ ബില്ലൈലിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ വരീഇൻ ലാ യസ്ബിറു വലാ യുഗ്നി മിൻ ജൂ. കഠിനാധ്വാനം ചെയ്ത് നരകത്തിൽ കിടക്കുന്ന അതേ അവിശ്വാസികളെ കുറിച്ച് അള്ള പറഞ്ഞില്ലേ, മുജാഹിദേ നീ നോട്ടീസും കൊണ്ട് നടന്ന് അധ്വാനിച്ചു, സമ്മേളനത്തിന് പോയിട്ട് അധ്വാനിച്ചു, പെണ്ണെ നീ പള്ളിയിലേക്ക് കുഞ്ഞനെയും കൊണ്ടുപോയി അധ്വാനിച്ചു, നീ കടപ്പുറത്തേക്ക് പോയി അധ്വാനിച്ചു, ചങ്ങരംകുളത്ത് പോയി അധ്വാനിച്ചു. അധ്വാനിച്ച് നരകത്തിൽ കിടക്കുന്നവരുണ്ടെന്ന് അള്ള പറഞ്ഞില്ലേ. അധ്വാനിച്ച് നരകത്തിലേക്ക് പോകല്ല ഉമ്മമാരെ, അധ്വാനിച്ച് നരകത്തിൽ പോകല്ല മുജാഹിദേ. പരിശുദ്ധ ഖുർആനിനെതിരെ, ഹദീസിനെതിരെ, അള്ളാന്റെ റസൂലിനെതിരെ ശുദ്ധമായ കളവ് അതാ ഡസൻ കണക്കിന് പറയുന്ന മൗലവിമാരെ സീഡി കേട്ട് പ്രസംഗം കേട്ട് പുസ്തകം വായിച്ച് നരകത്തിലെത്തിയിട്ട് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. വിശപ്പിന് പറ്റുന്ന ഭക്ഷണം അവിടെ ഇല്ല, വിശപ്പടക്കുന്ന ഭക്ഷണമില്ല. ഇന്ന സജറത്ത് സഖൂമി തആമുൽ അസീം കൽബുഹുലി യഗ്നി ഫിൽ ബുതൂൻ. സഖൂമാകുന്ന നരകത്തിന്റെ മുള്ളുകളാണ്. അതേക വല്ലിൽ ഹമീം, തിളച്ചു മറിയുന്ന വെള്ളം പോലും തിളക്കുകയാണ്, മുള്ളു തറിക്കുകയാണ്, നരകത്തിന് വിഷമിക്കുകയാണ്. അല്ലാഹ് അതേ ആലിമീങ്ങളെ പരിഹസിച്ചില്ലേ, സലാത്തിൽ നിന്നോലെ പരിഹസിച്ചില്ലേ, മോമിനീങ്ങളെ പരിഹസിച്ചില്ലേ, ആലിമീങ്ങളെ പെരിപറഞ്ഞില്ലേ, സമസ്തയിലെ ആലിമീങ്ങൾ മാനസിക രോഗിയാന്ന് പറഞ്ഞില്ലേ, തങ്ങന്മാരെ പരിഹസിച്ചില്ലേ, പാണക്കാട് തങ്ങൾ തങ്ങളല്ല എന്ന് പറഞ്ഞില്ലേ, ഖലീൽ തങ്ങൾ തങ്ങളല്ല എന്ന് പറഞ്ഞില്ലേ. മൗലവിമാരെ അവരെ പിന്നാലെ പോകുന്നവരെ നരകത്തിൽ നിന്ന് കഠിനമായ വേദന കൊണ്ട് പൊളയുമ്പോ നരകം എന്താണെന്ന് ഓർക്കണം കേട്ടോ. അറിയില്ലേ, അഹ്വരു അഹ്ലിൻ നാരി അദാബൻ അബൂ താലിബ്, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിന്. എന്താ ശിക്ഷ? കാലിന് 2 ഷൂ, അതാ തീക്കട്ടയുടെ ഷൂ. ആ ഷൂവിന്റെ മേലെ അബൂ താലിബിന്റെ കാലങ്ങ് വെക്കുമ്പോ അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ചു പറഞ്ഞുപോയി, തലച്ചോറ് തിളച്ചു പറഞ്ഞുപോയി. ആ നരകത്തിൽ പോയി വീട് കൈകടിക്കണ്ട മുജാഹിദേ. നീ പൂർവ്വകാലത്തുള്ള ആലിമീകളെ വഴിയിലേക്ക് വന്നു. കീഴ ഉസ്താദിന്റെ, കന്യത്ത് ഉസ്താദിന്റെ, അതേ ഓക്കെ ഉസ്താദിന്റെ, അതുപോലെ തുടങ്ങി നമ്മൾ കണ്ടുവരിയ വലിയ ആലിമീകളെ വഴിയിലേക്ക് വന്നു. കുത്തുനിത്തങ്ങളെ വഴിയിലേക്ക് വന്നു. പാണക്കാട് തങ്ങളെ ബാഫക്ക് തങ്ങളെ വഴിയിലേക്ക് വന്നു. ഉമർ ഖാദിയുടെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മെമ്പർത്തങ്ങളെ വഴിയിലേക്ക് വന്നു. ഇബ്നു ഹജർ തങ്ങളുടെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ റമി ഇമാമിന്റെ നവവി ഇമാമിന്റെ ഗസാലി ഇമാമിന്റെ വഴിയിലേക്ക് വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന്റെ വഴിയിലേക്ക് വന്നു. റസൂലുള്ളാഹിന്റെ വഴിയിലേക്ക് വന്നു. ഉമർ മൗലവിന്റെ വഴി പോണ്ട, കെ മൗലവിന്റെ വഴി പോണ്ട, മൗദൂദിന്റെ വഴി പോകണ്ട, അതേ സലഫിന്റെ വഴി പോണ്ട, സലാഹിന്റെ വഴി പോകണ്ട. അത് കളവാണ്, തട്ടിപ്പാട്, വെട്ടിപ്പാട്, കബളിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ചതിനെതിരെ ധാരാളം കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. പെട്ടുപോകല്ലേ ഉമ്മത്തുകളെ, പിഴച്ചു പോകല്ലേ ഉമ്മത്തുകളെ. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്.
തങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്, തങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കളവ് പറയുന്ന മൗലവിമാര് വരുമെന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബിയെ, അവിടുന്ന് ഉത്തരവാദിയല്ല. തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നാദാപുരത്തിന്റെ മണ്ണിലും അള്ള തന്ന ആഫിയത്ത് കൊണ്ട്, അള്ള തന്ന ആരോഗ്യം കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിയേ, ഞങ്ങളെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. നബിയേ, അവിടുത്തെ ഇടയാളലാക്കി ഞങ്ങളെ കൈ ഉയർത്തുന്നു. നബിയേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.